അസ്ഥിരതയിലും ഒറ്റപ്പെടലിന്റെ ഭയാശങ്കകളിലും കഴിയുന്ന ബംഗാളിലെ മുസ്ലിങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ 100 കോടി ഡീൽ ഹുമയൂൺ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വരുമ്പോൾ കൊടുങ്കാറ്റുകളാണ് അത് ബംഗാളിലും എന്തിന് ഇന്ത്യയിൽ തന്നെയും അഴിച്ചുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ കൊടുമ്പിരി കൊണ്ട നാളുകളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിന് എതിരെയും മമതാ ബാനർജിക്ക് എതിരെയും വെറുപ്പിന്റെ പുതിയ പല അടവുകളും പയറ്റുകയാണ് ബി.ജെ.പി. ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് പകരം വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ടുറപ്പിക്കാനുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയ വികാസങ്ങളാണ് ബംഗാളിൽ അരങ്ങേറുന്നത്. മുസ്ലിങ്ങളുടെയും സ്ത്രീകളുടെയും ഏറ്റവും പിന്തുണയുള്ള ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ മേൽക്കൈ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഈ ഓപ്പറേഷനിലൂടെ വെളിപ്പെടുന്നത്. ബാബറി മസ്ജിദ് പുനർനിർമ്മിച്ചുകൊണ്ട് ബംഗാളിൽ വൈകാരികമായി മുസ്ലിം വോട്ടുകൾക്കിടയിൽ ഏകീകരണം ഉണ്ടാക്കി വർഗീയത വളർത്തി മതേതര വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനാണ് ഇതിന്റെ അടിസ്ഥാനം. കൃത്യമായ പ്ലാനിംഗ് മുമ്പേ തുടങ്ങി. തൃണമൂൽ കോൺഗ്രസിന്റെ മുൻ നേതാവായിരുന്ന ഹുമയൂൺ കബീർ ബാബറി മസ്ജിദ് ബംഗാളിൽ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് ഹുമയൂണിനെ പുറത്താക്കിയിരുന്നു. എന്നാൽ ഇയാൾ പിന്നീട് ആം ജനതാ ഉന്നയൻ എന്ന പാർട്ടി രൂപീകരിക്കുകയും നിരവധി മുസ്ലിം ബെൽറ്റുകളിൽ മത്സരിക്കുകയും ചെയ്തു. മജ്ലിസ് പാർട്ടിയുമായും ഒവീസിയുമായും ഇദ്ദേഹം സഖ്യമുണ്ടാക്കുകയും ചെയ്തു. ബാബറി മസ്ജിദിന് തറക്കല്ലിടുകയും കോടികൾ മുടക്കി ഭക്ഷണവും മറ്റു പരിപാടികളും നടത്തുകയും ഉണ്ടായി. ഈ വ്യക്തിയുടെ ഒളിക്യാമറയിലാണ് ഈ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. ബി.ജെ.പിയുടെ ഓപ്പറേഷൻ ആണിതെന്നും 1000 കോടി രൂപയുടെ ഡീലുണ്ട് ഇതിലെന്നും 20 കോടി രൂപ ഇതിനകം തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞെന്നും ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നു. ഇത് ബി.ജെ.പിക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഡീലാണ്. കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ ഹിന്ദു വോട്ട് നിങ്ങൾക്ക് മാത്രമായി കിട്ടുമല്ലോ. മാത്രമല്ല ഈ പ്ലാനിനെ കുറിച്ച് അറിയാവുന്ന മറ്റു പ്രമുഖരെ കുറിച്ചുമുള്ള പരാമർശം സംഭാഷണത്തിലുണ്ട്. ആസാം, ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളുടെ മുഖ്യമന്ത്രിമാർക്കും ബംഗാളിലെ പ്രതിപക്ഷത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾക്കും ഇതിനെപ്പറ്റി വ്യക്തമായി അറിയാമെന്ന് ഹ്യൂമയൂൺ തന്റെ ഈ ഒളിക്യാമറയിൽ പറഞ്ഞു വെക്കുന്നു. AJUP 70-നും 80-നും സീറ്റിന് ഇടയിൽ നേടുകയും NDA 100-നും 120 സീറ്റിന് ഇടയിൽ നേടുകയും ചെയ്യുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇയാൾക്ക് നൽകാമെന്ന് ബി.ജെ.പിയുടെ വാഗ്ദാനമുണ്ടെന്നും പരാമർശമുണ്ട് ഇതിൽ. ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിലൂടെ മാത്രമല്ല കേന്ദ്ര ഏജൻസികളായ ED, CBI എന്നീ സ്ഥാപനങ്ങളെ വെച്ചും ദീദിയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഇവർ ശ്രമിക്കുന്നു. TMCയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന ഐപാക്കിന്റെ ഓഫീസിൽ കയറി ചെന്ന് കേന്ദ്ര ഏജൻസികൾ ഫയലുകൾ എടുത്തുകൊണ്ടുപോവാൻ ശ്രമിച്ചതും തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തെ അട്ടിമറിക്കാനുള്ള നീക്കമായാണ് TMC കാണുന്നത്. എന്നാൽ പതിവ് പോലെ AI ജനറേറ്റഡ് വീഡിയോ ആണിതെന്നും അനേകം വീഡിയോകൾ ഇത്തരത്തിൽ മമത സൃഷ്ടിച്ചു വിടുന്നുണ്ടെന്നും ഒക്കെയാണ് ബി.ജെ.പിയുടെയും അമിത്ഷായുടെയും ഒക്കെ പക്ഷം. അത് മാത്രമല്ല ഹുമയൂണുമായി ഇത്തരത്തിൽ ഒരു ഡീൽ ഉണ്ടാക്കുന്നതിലും നല്ലത് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്നതാണ് എന്നും അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ഐപാക്കിലെ ഓപ്പറേഷൻ അഴിമതിക്ക് എതിരെയുള്ള അന്വേഷണം മാത്രമാണെന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. ബംഗാളിൽ അഴിച്ചുവിട്ടിരിക്കുന്ന ഈ ഭിന്നിപ്പിക്കൽ ഭൂതം അധികാരത്തിന് വേണ്ടി മാത്രമുള്ള കലാപമല്ലാതെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുപോകുന്നത്. ജനാധിപത്യം ചോദ്യചിഹ്നമാകുമ്പോൾ ശബ്ദം ഉയരേണ്ടത് അനിവാര്യവുമാണ്. എന്താകും ബംഗാളിന്റെ രാഷ്ട്രീയ ഭാവിയെന്ന് കാത്തിരുന്ന് കാണാം.